മൂന്ന് മുന്നണികൾ വന്നപ്പോൾ അന്തർധാരയ്ക്ക് ഒരുപാട് സാധ്യതകൾ വന്നു. സാധ്യതയുണ്ട്. മറ്റേ ഇടത് വലത് രണ്ട് മുന്നണികൾ നിൽക്കുന്നു. അപ്പോൾ അവർ ഉറച്ച് ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുന്ന ശീലമുണ്ടായിരുന്നു. ഇപ്പോൾ മൂന്നാമതൊരു മുന്നണി BJP കൂടെ വന്നപ്പോൾ അവിടെ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു. ഇപ്പോൾ 26 സീറ്റിലാണ് റിസൾട്ട് വന്നപ്പോൾ 26 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമസഭയിലൊക്കെ ആണെങ്കിൽ ആണ് NDAക്ക് മുന്നേക്കം വന്നതെങ്കിൽ അവർ 30 ആക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ 532 സ്ഥലത്ത് റിസൾട്ട് വന്നപ്പോൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന UDF 511 ചുരുങ്ങിപ്പോയിരിക്കുന്നു ഭരണം പിടിച്ചപ്പോൾ. ഒന്നുകൂടെ പറയാമോ? അതായത് 532 സ്ഥലത്താണ് വിജയിച്ചപ്പോൾ അവരുടെ ഭരണം പിടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ആർക്കാണ്? UDF-ന്. ഓക്കെ. അത് 511 മാറി. ഓക്കെ. വോട്ടെണ്ണി വന്നപ്പോൾ പലയിടത്തും ഫലം പ്രഖ്യാപിച്ചു വന്നപ്പോൾ 511 കുറയുകയാണ് ചെയ്തത്. ഓക്കെ. അതുപോലെ തന്നെ LDF-ന് ഇത് 348 ഉണ്ടായിരുന്നു, ഇപ്പം 53 അങ്ങാണ്ടായി. കുറേ കൂടി. അപ്പം സീറ്റുകളല്ല, പഞ്ചായത്തുകളുടെ ഭരണം 941 ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ LDF-ന് എത്ര ഉണ്ടായിരുന്നു അതിനേക്കാൾ കൂടി, UDF-ന് ഉണ്ടായിരുന്നതിനേക്കാൾ റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വോട്ടെണ്ണിയപ്പോൾ അല്ലെങ്കിൽ വോട്ട് ചെയ്തപ്പോൾ കുറഞ്ഞു. ഓക്കെ. അതായത് ഭരണസമിതി രൂപീകരിച്ചപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ചിലർ കൈ പൊക്കുന്നതും കൈ താക്കുന്നതും ഒക്കെയാണ് ഇതിനകത്തെ പ്രശ്നങ്ങളായിട്ട് വന്നിരിക്കുന്നത്.